തിരുവനന്തപുരത്ത് 5 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ 3 ബെഡ്റൂം വീട് നിങ്ങൾക്ക് കേവലം 37.5 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം വീട് വെറും 26 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. അടിപൊളി ഒരു പ്രൈസ് അല്ലേ? നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ഇത് വന്നിട്ടൊരു വില്ല പ്രോജക്റ്റാണ്. ഇതിനകത്തേക്കുള്ള റോഡ് ഫോം ചെയ്തിരിക്കുന്നതുണ്ടോ, 7 മീറ്റർ വിട്ടിൽ, വളരെ വിട്ടിൽ, അതായത് 2 ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത്രയും വിട്ടിലാണ് നമുക്കിതിനകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് 3 വീടേ നിലവിൽ പണി കഴിഞ്ഞിട്ടുള്ളൂ. 4ാമത്തെ വീടിൻ്റെ വർക്ക് നടക്കുന്നതാണ്. ബാക്കിയുള്ള 2 വീട് ഓൾറെഡി സെയിലായി. അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലോട്ടുകളും പല ആൾക്കാരും വാങ്ങി അതിനകത്ത് ഉടനെ തന്നെ വീടിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് പറ്റത്തില്ല, നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരു 26 ലക്ഷം കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 4 സെൻറ്റിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന, അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 26 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഓൾറെഡി പണി കഴിഞ്ഞ 1450 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിൻ്റെ വർക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ മുൻവശത്തുള്ള ഈ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കും. നമുക്ക് അത്യാവശ്യം നല്ലൊരു മുറ്റം കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നമ്മൾ JS ഹോംസിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ ആൾക്കാരാണ് പനച്ചമൂട്ടിൽ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റിലേക്കുള്ള ആക്സസ് വരുന്നത് പനച്ചമൂട് ജംഗ്ഷനിൽ നിന്ന് പഞ്ചാങ്കുഴി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി. പനച്ചമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് കയറി പഞ്ചാങ്കുഴി എന്ന് പറഞ്ഞ ഈ ഒരു ജംഗ്ഷനിൽ വരും. ഇവിടെ നിന്ന് റോഡ് വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് വലത്തോട്ട് കയറാം. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഏകദേശം 900 മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് പനച്ചമൂട് ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ടടുത്തായിട്ടാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് കേട്ടോ. അതായത് കാരക്കോണം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം വരുമ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് ഈ പനച്ചമൂട് ജംഗ്ഷൻ വരിക. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത്. നമുക്കിനി ഇതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ളതായി കട്ടള വാതിലെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കൻ തടിയിലാണ്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സീലിങ്ങിൽ വർക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ ലൈറ്റ്സ് നമ്മൾ തെളിയിക്കാത്തത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഇനി ഇതിൻ്റെ ഉള്ള വാഷ് ബേസിനെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ബാക്ക് യാർഡാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. പിൻവശത്തും നമുക്ക് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിൽ അതുപോലെ തുണി നനയ്ക്കാനുള്ള കല്ലും നീറ്റാക്കി അവർ തന്നെ ചെയ്തു തരും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അതിൽ താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മേളത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് വരുന്നത്. ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം. ഈ രീതിയിൽ നമുക്ക് ബാത്റൂം വരുന്നുണ്ടാവും. ഇതിനകത്തുള്ള ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇനി വർക്ക് പെൻഡിങ് ആണ്. അത് നമ്മൾ ഈ വർക്ക് നടക്കുന്നതിനിടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് ജോൺസന്റെ ക്ലോസറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ വയ്ക്കുന്നത്. അതുപോലെ തന്നെ പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള വാഷ് ബേസിൻ തന്നെ ഫിറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നമുക്ക് 2 ബെഡ്റൂംസാണ്. അതുപോകെ ഈ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഇങ്ങോട്ട് കുറച്ചൊന്ന് ഇറക്കി വാർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനടിയിലേക്ക് നമുക്ക് സുഖമായിട്ട് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി ഇവിടെ വേറെ റൂഫൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും വാഷിംഗ് മെഷീൻ സേഫായിട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ പ്ലഗ് പോയിൻറ്റ്, അതിൻ്റെ ഇന്നും ഔട്ടും അതിനുള്ള പോയിൻ്റെല്ലാം ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ആയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. താഴെ കാണിച്ച അതേ കണക്കുള്ള ആ ഒരു ലേഔട്ടിൽ തന്നെ വരുന്ന റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനകത്ത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇതിൽ ഇതേ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഫിറ്റിങ്സ് ഇപ്പം നിലവിൽ വെച്ചിട്ടില്ല. അത് ഫുള്ളായിട്ട് ചെയ്ത് നീറ്റാക്കി തരും. JS ഹോംസിൻ്റെ നേരത്തെയുള്ള വില്ലാസ് ചെയ്തപ്പോഴും അതിനകത്ത് കണ്ടിട്ടുള്ളൊരു സെയിം ഫീച്ചറാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് ഇതുപോലെ ഇത് GL ചെയ്താണ്. എന്നിട്ട് അതിൽ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിലൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ലേ? അവിടെ നിന്ന് വീണ്ടും ഒരു ഓപ്പൺ ടെറസിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നല്ല പ്രയോജനപ്പെടുത്താവുന്ന വലിയൊരു സ്പേസ് നമുക്കിവിടെ കിട്ടും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ഏകദേശ വ്യൂ കാണാൻ സാധിക്കും.
തൊട്ടടുത്തത് ഇവിടെ എല്ലാം താമസക്കാരുണ്ട്. ആ വീടും സെയിലായി, അതിലും താമസക്കാരായിട്ടുണ്ട്. ഇനി ആ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നമുക്കൊരു ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾക്ക് ഒത്തിരി അധികം പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമുക്കിവിടെ നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ. പാറശാല കഴിഞ്ഞാൽ പാറശാലയെക്കാളും വലിയൊരു ടൗൺ ഏരിയയാണ് പനച്ചമൂട്. എല്ലാ സംവിധാനങ്ങളും മെയിനായിട്ട് ഇപ്പോൾ രാമേന്ദ്രൻ അവരുടെ സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽസും എല്ലാം കൂടെ ആയിട്ട് നമുക്കിപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വസന്ത ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷോപ്പ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി ഹോസ്പിറ്റൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേവി ഹോസ്പിറ്റലിലേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് പനച്ചമൂട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് വൈറ്റ് മിഷൻ കോളേജ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട്. അപ്പം നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് സിറ്റിയിലൊക്കെ താമസിക്കുന്നതിനെക്കാട്ടും ഒരു നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവർ, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇങ്ങനെ ഒരു നല്ല വില്ല പ്രോജക്റ്റിനകത്ത് സാധാരണഗതിയിൽ നമുക്ക് പുറത്തൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് വാങ്ങുന്ന വിലയ്ക്ക് ഇതുപോലൊരു വില്ല പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ഹൗസൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല റോഡ് ഫ്രണ്ടേജൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും മെയിൻ റോഡിൻ്റെ കരയിൽ വാങ്ങണം. ഇതാണെങ്കിൽ നമുക്ക് ഒരു വില്ല പ്രോജക്റ്റിൽ നിങ്ങളുടെ സ്വന്തം പോലെ തന്നെ ഉപയോഗിക്കാവുന്ന റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടിയിൽ കിട്ടും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് നമ്മളിന്ന് കാണിച്ച വീടിന് ഉദ്ദേശിക്കുന്ന വില 37 ലക്ഷം രൂപയാണ്. ഇനി അതല്ല, ഇതിനകത്ത് ഒരു 26 ലക്ഷം രൂപ മുതൽ മേളിലേക്ക് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വേണമെന്നുണ്ടെങ്കിൽ അവർ നിർമ്മിച്ച് തരുന്നുണ്ടാവും.